ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു വ്യക്തിയുടെ ആകർഷണം തോന്നുന്നതിന് പല പല കാരണങ്ങളാണ് ഉള്ളത്. പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ആകർഷണം. ശരിക്കും പറഞ്ഞാൽ അത് വളരെ വിചിത്രമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സെക്സിനകത്ത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മനസ്സിൻ്റെ ഒരു വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം നമ്മൾ ഈ അട്രാക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ചെറുപ്പക്കാരെ നോക്കിക്കുക, ചെറുപ്പക്കാർക്ക് ആൻറ്റിമാരോടൊരു ഇഷ്ടമുണ്ട്, ഭാര്യമാരോട്, അല്ലേ? എന്ന് വെച്ചാൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളോടായിരിക്കും മിക്ക ചെറുപ്പക്കാർക്കും ഒരു കാമപരമായ ഒരു അട്രാക്ഷൻ കൂടുതൽ തോന്നുന്നത്. അതുപോലെ തന്നെ ചില ആൻറ്റിമാർക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോട് ഇഷ്ടം കൂടുതലാണ്, അവരോട് ആ രീതിയിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ചില അങ്കിൾമാർക്ക് അവർക്ക് അവരുമായിട്ട് ഒത്തിരി ഏജ് ഡിഫറൻസ് ഉള്ള സ്ത്രീകളോട് അടുപ്പം തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ആകർഷണം തോന്നുന്നു ഓരോ തരത്തിലുള്ള ആൾക്കാരോടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു ലേഡി ബോസ്, ഒരു ആൻറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവരൊരു എക്സിക്യൂട്ടീവായിട്ടുള്ളൊരു ലേഡിയാണ്, സ്ഥാപനത്തിൻ്റെ ബോസാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പയ്യൻ ഇൻ്റർവ്യൂവിന് ചെന്നു. ആ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ലേഡി ബോസിനെ സംബന്ധിച്ച് നല്ല പൊക്കവും നല്ല സൈസും ഒക്കെ ഉള്ള ഒരു കക്ഷിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കും, അതുപോലത്തെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ ആൻറ്റിയുടെ വേഷം നല്ല ടിപ്പായിട്ടുള്ള എക്സിക്യൂട്ടീവായിട്ടുള്ള സാരിയും ബ്ലൗസുമാണ്. കാണാൻ നല്ല രസമാണ് അതിനകത്ത്. ഈ നല്ല അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ആൻറ്റിമാർക്ക് ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ, അവരുടെ സ്ട്രക്ചർ നല്ല കറക്റ്റായിട്ട് കാണാൻ. അപ്പോൾ ഇവർ ഈ സാരി ഉടുക്കുമ്പോൾ ആ ബട്ടക്സിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കും, അത്രയ്ക്ക് നല്ല ഷേപ്പുണ്ട്. അപ്പോൾ ഈ പയ്യൻ ഇൻ്റർവ്യൂവിന് വന്നു. പയ്യനും കുഴപ്പമില്ല, കാണാനൊക്കെ അത്യാവശ്യം സ്മാർട്ടാണ്, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ തുടങ്ങി ഒഫീഷ്യലായിട്ടുള്ള പല കാര്യങ്ങൾ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. ആൻറ്റിയുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം നമുക്ക് സങ്കല്പിക്കാമല്ലോ, ഒരു ടേബിളിന് ഓപ്പോസിറ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നു. അപ്പം നേരത്തെ ഉള്ളൊരു അട്രാക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലയോ, ഇവർ രണ്ടുപേരും ആ കൂട്ടത്തിൽ പെരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ആൻറ്റിമാരോട് വല്ലാത്ത ക്രേസാണ് ഈ പയ്യന്. അതുപോലെ തന്നെ ഈ ആൻറ്റിക്കും ചെറുപ്പക്കാരോടൊരു വല്ലാത്ത അഭിനിവേശമായിരുന്നു. അപ്പോൾ ഈ ലേഡി ബോസിനെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെറുപ്പക്കാരെ വളച്ച് കളിക്കുന്ന ഒരു കക്ഷിയാണ്. ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഗ്രഹം തോന്നുവാണെങ്കിൽ തന്നെ അവർ ഡയറക്റ്റായിട്ടത് പറയില്ല, അവരതിൻ്റെ സിഗ്നൽ കൊടുക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് രീതിയിൽ എനിക്കിങ്ങനൊരു താല്പര്യമുണ്ട് എന്ന് അവരറിയിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആൻറ്റി ഒരു പേന എടുത്ത് ടേബിളിൻ്റെ അടിയിലോട്ട്, എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറ്റിപ്പോകുന്നതായിട്ട് ഭാവിച്ചുകൊണ്ട് ടേബിളിൻ്റെ അടിയിലോട്ടൊരു പേന മനഃപൂർവ്വം ഇട്ടു. എന്നിട്ട് അവനോട് പറഞ്ഞു അതിങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പേന എടുക്കാനായിട്ട് ഇവനിങ്ങനെ ടേബിളിൻ്റെ അടിയിലേക്ക് കുനിഞ്ഞപ്പം ഇവൻ കണ്ട കാഴ്ച ഇവരുടെ സുന്ദരമായ കാലുകളാണ്. എന്ന് വെച്ചാൽ ഇവർ ഈ സാരി ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് പൊക്കി, മുട്ടിൻ്റെ അവിടെ വരെ ഇങ്ങനെ പൊക്കി, ഇങ്ങനെ ജസ്റ്റ് കാലിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ മുട്ടിൻ്റെ അവിടെ വരെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാലുകൾ കണ്ടപ്പോൾ ഇവന് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ആകർഷണം തോന്നി. അത്രയ്ക്ക് സുന്ദരമായ കാലുകളായിരുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വികാരം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഫുൾ ഡ്രസ്സിലിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ച് സാരിയുടെ ഇടയിൽ കൂടെ കാലും തുടയും കാണുന്നത്. അപ്പോൾ ഈ കാഴ്ച ഇവൻ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഇവന് വരാൻ തുടങ്ങി. അപ്പം ഇവൻ ആ പേന എടുത്ത് കൊടുത്തു. വീണ്ടും ഇവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്, എഴുന്നേറ്റ് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം നടക്കുന്ന കൂട്ടത്തിൽ ആ ഫിസിക്കൽ ബോഡിയുടെ ആ സ്ട്രക്ചർ ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ സൈഡിൽ കൂടെ ഒക്കെയുള്ള കാഴ്ച അവനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പല പല ഫാൻറ്റസികളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഒരേ ഇഷ്ടത്തോടുള്ള രണ്ട് പേര് ഒന്നിച്ച് വരുമ്പോൾ അവിടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നു. അതനുസരിച്ചുള്ള ഒരു എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഊർജ്ജം അങ്ങോട്ട് അയക്കുമ്പം തിരിച്ച് വേറൊരു ഊർജ്ജം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരേ ലെവലിലുള്ള രണ്ട് എനർജി, ഒരേ ഫ്രീക്വൻസിയിലുള്ള രണ്ട് എനർജി കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ മറ്റൊരു വലിയൊരു എനർജി രൂപാന്തരപ്പെടുന്നത്.
ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ, ഇപ്പോൾ ആ പയ്യന് മാത്രമേ താല്പര്യമുള്ളൂ, ആൻറ്റിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഏത് രണ്ട് വ്യക്തികൾ തമ്മിലും ഒരു സൗഹൃദം രൂപപ്പെടുന്നത് ഈ ഒരു തിയറിയാണ്. എന്ന് വെച്ചാൽ ഒരേ ഫ്രീക്വൻസിയിലുള്ള ഒരേ ടേസ്റ്റുള്ള രണ്ട് എനർജികൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇവന് തോന്നുന്ന അതേ അട്രാക്ഷൻ ആൻറ്റിക്ക് തിരിച്ച് ഇവനോടും തോന്നുന്നുണ്ട്. അങ്ങനെ ആൻറ്റി രണ്ടാമത് വീണ്ടും പേന താഴേക്കിട്ടു ഇവനെ കൊണ്ട് എടുപ്പിക്കാനായിട്ട്. അപ്പോൾ ഇവൻ വീണ്ടും പേന എടുക്കാനായിട്ട് ടേബിളിൻ്റെ അടിയിൽ കയറി അവിടെ ഇരുന്നിട്ട് അവൻ നോക്കിയപ്പം ആൻറ്റി നേരത്തേക്കാൾ കൂടുതലായിട്ട് പൊക്കി വെച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ കുറച്ചുകൂടെ കാണത്തക്ക രീതിയിൽ. അപ്പോൾ ആൻറ്റിയുടെ നല്ല മുഴുത്ത വെളുത്ത തുടകൾ ഇങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് അവന് കാര്യം മനസ്സിലായി. അവന് നല്ല മൂഡായി, ഒരു ഇറക്ഷനൊക്കെ വരാൻ തുടങ്ങി, അതിന് ഒരു സ്റ്റിമുലേഷനും ഒക്കെ കിട്ടിത്തുടങ്ങി. എന്നാലും പുള്ളിക്ക് ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണല്ലോ എന്ന ആ ഒരു ഭയവും ഒരു ടെൻഷനും ഒക്കെ ഉള്ളിലുണ്ട്. എന്നാലും ടെൻഷനോടുകൂടി തന്നെ പുള്ളിക്കാരൻ ഈ ടേബിളിൻ്റെ അടിയിലിരുന്നിട്ട് ഒരു പരിപാടി ചെയ്തു. എന്ന് വെച്ചാൽ ഈ പേന എടുത്തിട്ട് ആൻറ്റിയുടെ ഈ തുടകളിൽ രണ്ട് തുടയിലും മാറി മാറി ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. പൂക്കളുടെ പടവും അങ്ങനെ ഓരോ പടങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഈ പേന ഇങ്ങനെ വെച്ചിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ആൻറ്റി ഒരു വല്ലാത്ത അനുഭൂതിയിലേക്ക് പോയി. അങ്ങനെ പടം വരച്ച് ഇവനിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ അവൻ്റെ വരപ്പിനനുസരിച്ച് കാലുകളൊക്കെ ഇങ്ങനെ പതുക്കെ ആൻറ്റി ഇങ്ങനെ സൗകര്യപൂർവ്വം ഇങ്ങനെ അകത്തി വെച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ഫാൻറ്റസി കാണാൻ കഴിയുന്നുണ്ടോ? അന്നേരത്തെ അവരുടെ ആ ഒരു ത്രില്ല് എന്തായിരിക്കും, ആ ഒരു ഫാൻറ്റസി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ ഡോറിൽ മുട്ടിയപ്പം അവൻ എഴുന്നേറ്റ് പഴയതുപോലെ തന്നെ കസേരയെ വന്നിരുന്നു. അന്ന് വൈകിട്ട് ആൻറ്റി വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തപ്പോൾ ആദ്യം നോക്കിയത് ഈ കാലുകളിലേക്കാണ്. അവൻ്റെ പടം അതിങ്ങനെ കാലുകളൊക്കെ അകത്തി വെച്ച് കണ്ണാടിയിൽ കൂടെ നോക്കി ആൻറ്റി ആസ്വദിച്ചു. അവനും വീട്ടിൽ ചെന്ന് കിടക്കാൻ നേരത്ത് ഈ ഒരൊറ്റ ചിന്തയായിരുന്നു, ആൻറ്റിയുടെ കാലുകളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ. അന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഇത് ഓർത്ത് സ്വയംഭോഗം ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ആൻറ്റിയുടെ ഈ കാലുകളൊക്കെ ഓർത്താണ് അവൻ്റെ കലാപരിപാടി നടക്കുന്നത്. എന്നുവെച്ചാൽ ഇവരുടെ ആ ശരീരഭാഗങ്ങളും ഇവരുടെ ആ സ്ട്രക്ചറും ഒക്കെ ഇവന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഹെഡേക്കും ആകെപ്പാടെ പ്രശ്നങ്ങൾ. എങ്ങനെങ്കിലും ആൻറ്റി ഇവനൊന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു നഗ്നത, പൂർണ്ണമായിട്ടുള്ള നഗ്നതയൊന്ന് കണ്ടേ പറ്റൂ. കാരണം ഇവന് ഈ പുറമേ എങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇവന് അകത്തെന്താണെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ ഈ ആൻറ്റിയുടെ നമ്പർ എടുത്ത് അവൻ ഫോൺ ചെയ്തപ്പോൾ ആൻറ്റിക്കും കുഴപ്പമൊന്നുമില്ല, ആൻറ്റി സംസാരിച്ചു. അങ്ങനെ സൺഡേ മീറ്റ് ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞു. സൺഡേ പക്ഷേ ഓഫീസൊക്കെ അവധിയാണ്, എന്നാലും അവർ സൺഡേ വരാൻ പറഞ്ഞു. അങ്ങനെ സൺഡേ പുള്ളിക്കാരൻ അവിടെ ചെന്നു. പക്ഷേ സൺഡേ വന്നപ്പോൾ പുള്ളിക്കാരി സാരി അല്ലായിരുന്നു, ഒരു മിഡിയും ടോപ്പും അതിൻ്റെ പുറത്തൊരു ചെറിയ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് നേരം അവർ സംസാരിച്ചു. അന്നത്തെ പോലെ തന്നെ ആൻറ്റി വീണ്ടും പേന എടുത്ത് താഴേക്കിട്ടു. എന്നിട്ട് പറഞ്ഞ് അതൊന്ന് എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ വീണ്ടും ഇവൻ പേന എടുക്കാനായിട്ട് കുനിഞ്ഞ് ആ ടേബിളിൻ്റെ അടിയിലോട്ട് അങ്ങ് കയറി. അപ്പോൾ ടേബിളിൻ്റെ അടിയിലിരുന്ന് ഇവൻ ആൻറ്റിയുടെ രണ്ട് കാലയിലും ഇങ്ങനെ മസാജ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ താഴേന്ന് മേലോട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൈ ഉള്ളിലോട്ടിട്ട് യോനി ഭാഗത്തും തുടകളിലുമൊക്കെ അവൻ്റെ കൈവിരലുകൾ ഇങ്ങനെ ഓടി നടന്നു. ആൻറ്റി ഈ സമയം കുറച്ച് കാലുകൾ അകത്തി വെച്ച് കണ്ണുകളൊക്കെ അടച്ചിങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഈ രീതി എന്ന് പറഞ്ഞാൽ ഒട്ടും ധൃതി കാണിക്കാതെ വളരെ സമയമെടുത്ത് ക്ഷമയോടാണ് അവൻ ആ മസാജ് ചെയ്യുന്നത്. അങ്ങനെ മസാജ് ചെയ്ത് പതുക്കെ അവനൊരു പരുവത്തിൽ കൂടെ ആ പാൻറ്റീസ് അങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ അവിടെ നടന്നത് മുഴുവൻ നല്ല സുന്ദരമായ ഓറലായിരുന്നു. കാരണം അവൻ ആൻറ്റി അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടേ അവൻ നല്ല പൂർണ്ണ മനസ്സോടെ അത് ചെയ്തു കൊടുത്തു. സത്യം പറഞ്ഞാൽ ആൻറ്റി ശരിക്കും എൻജോയ് ചെയ്തു. ശക്തമായിട്ട് അവസാനം കാലുകളൊക്കെ നന്നായിട്ട് വിരിച്ചിങ്ങനെ വെച്ച് കൊടുത്തു. അതുപോലത്തെ ഓറലായിരുന്നു. എന്നുവെച്ചാൽ വളരെ ശക്തമായ ഒരു ഓർഗാസമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ്റെ സാധനം പോലും പുറത്തെടുക്കാതെ അവൻ്റെ ലിംഗം കൊണ്ടൊന്നും ഒന്നും ചെയ്തില്ലേ, എന്നിട്ട് പോലും ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ട് അവനെ തൃപ്തിപ്പെടുത്താൻ പറ്റി. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
ചിലർക്ക് ഈ നാക്കുകൊണ്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റിക്കും അതുപോലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ ഈ പേനയൊക്കെ താഴെ കെട്ടിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഇവനിങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നേരത്തെ പലരെ കൊണ്ടും ഇവരിങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈംഗികതയിൽ ഓരോരുത്തർക്കും സ്റ്റിമുലേഷൻ വരുന്ന ഓരോ തരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോ പറയാം. ആൻറ്റി എന്താണ് ഇവനെ ചെയ്തതെന്നുള്ളത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.